ഗായ്സ് നമ്മളിന്ന് ചായക്ക് കടി ഉണ്ടാക്കാൻ പോകും. അത് സ്നാക്സ് പൊട്ടാറ്റോ വെച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊട്ടാറ്റോ നന്നായിട്ട് കഴുകി തൊലി കളയാതെ തന്നെ കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ച് ഇത് ആവി കളയാൻ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കർ നമുക്ക് ഇവിടുന്ന് കുക്കർ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ആ കുക്കർ തുറക്കാം. അപ്പോൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുറന്നില്ല, നല്ല കാണുന്നറിയും. നമുക്കൊരു സ്പൂൺ വെച്ച് കുത്തി നോക്കാം. ഓക്കെ, നമുക്ക് നോക്ക്, നല്ല ചുമന്ന് നമുക്ക് വെന്തോന്ന് നോക്കാം. കുത്തിയിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല ഗൈസ്. മറ്റേ സ്പൂൺ വെച്ച് കുത്തുന്നു തോന്നുന്നു. എന്താ എൻ്റെ പേര് കുത്തൽ സ്പൂണേ. ആ നൂഡിൽസ് കഴിക്കാൻ കുത്തില്ലേ, ആ സാധനം വെച്ച് കുത്തണം തോന്നുന്നു. നമുക്ക് ആ സാധനം എവിടെയാണത്? വെന്തുണ്ട്. നമുക്കൊരു പാത്രം എടുക്കാം. ഓക്കെ, പാത്രം കിട്ടിയാണ്. നമുക്ക് ഈ സാധനം, അതായത് ഈ കിഴങ്ങ് പാത്രത്തിലെടുത്ത് മാറ്റാം. ചൂട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നന്നാവില്ല. എൻ്റെ അമ്മച്ചി രണ്ട് കിഴങ്ങ് നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്കിൻ്റെ തൊലി കളയാം. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം, കൈ പൊള്ളൂല്ലെങ്കിൽ കേട്ടോ. നമ്മൾ സൂക്ഷിച്ചും കണ്ടൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പരുവും. അപ്പം നമുക്ക് തൊലി കളയാം. വരണില്ലടോ, വെന്തില്ലേ സാധനം? കുത്തി നോക്കിയപ്പോൾ വെന്തുണ്ട്. അമ്മ ഉറങ്ങുന്നുണ്ട്. കൈ നല്ല ചൂടുണ്ട്. ഒറ്റയ്ക്ക് പിള്ളേരൊക്കെ ചെയ്യണമെങ്കിൽ ചൂടറിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പരുവോ. ഞാൻ കത്തി വെച്ച് അവസാനം കുത്തി തീർക്കേണ്ടി വരും. ഇനി നമ്മൾ നമ്മുടെ 18ാമത്തെ തടവ് എടുക്കേണ്ടി വരും. എന്താണെന്നല്ലേ ചൂടാക്കിയ നോക്കണ്ട. അപ്പം ഞാൻ കാണിച്ചു തരാം. ഗായ്സ് നമ്മളിന്ന് ചായക്ക് കടി ഉണ്ടാക്കാൻ പോകും. അത് സ്നാക്സ് പൊട്ടാറ്റോ വെച്ച്. അപ്പം ഞാൻ ആദ്യം തന്നെ പൊട്ടാറ്റോ നന്നായിട്ട് കഴുകി തൊലി കളയാതെ തന്നെ കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ച് ഇത് ആവി കളയാൻ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കർ നമുക്ക് ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ആ കുക്കർ തുറക്കാം. അപ്പോൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുറന്നില്ല, നല്ല കാണുന്നറിയും. നമുക്കൊരു സ്പൂൺ വെച്ച് കുത്തി നോക്കാം. ഓക്കെ, നമുക്ക് നോക്ക്, നല്ല ചുമന്ന് നമുക്ക് വെന്തോന്ന് നോക്കാം. കുത്തിയിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല ഗൈസ്. മറ്റേ സ്പൂൺ വെച്ച് കുത്തുന്നു തോന്നുന്നു. എന്താ എൻ്റെ പേര് കുത്തൽ സ്പൂണേ. ആ നൂഡിൽസ് കഴിക്കാൻ കുത്തില്ലേ, ആ സാധനം വെച്ച് കുത്തണം തോന്നുന്നു. നമുക്ക് ആ സാധനം എവിടെയാണത്? വെന്തുണ്ട്. നമുക്കൊരു പാത്രം എടുക്കാം. ഓക്കെ, പാത്രം കിട്ടിയിട്ടുണ്ട്. ഇതേ പാത്രം വേണ്ടവരൊന്ന് കമന്റ് ഇട്ടാൽ മതി. നല്ലൊരു പാത്രമാണ്, ചൂടെല്ലാം നിൽക്കണം, കറി വിളമ്പാൻ പറ്റുന്ന ഒരു പാത്രമാണ്. അപ്പോൾ കമന്റിലിട്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നമുക്ക് ഈ സാധനം, അതായത് ഈ കിഴങ്ങ് പാത്രത്തിലെടുത്ത് മാറ്റാം. ചൂട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നന്നാവില്ല. എൻ്റെ അമ്മച്ചി രണ്ട് കിഴങ്ങ് നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്കിൻ്റെ തൊലി കളയാം. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം, കൈ പൊള്ളൂല്ലെങ്കിൽ കേട്ടോ. നമ്മൾ സൂക്ഷിച്ചും കണ്ടൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പരുവും. അപ്പം
നമുക്ക് വരണില്ലടോ. വെന്തില്ലേ സാധനം? കുത്തി നോക്കിയപ്പോൾ വെന്തുണ്ടായിരുന്നു. വെന്തുണ്ട്. അമ്മ ഉറങ്ങുന്നുണ്ട്. ഊഹൈ നല്ല ചൂടുണ്ട്. ഒറ്റയ്ക്ക് പിള്ളേരൊക്കെ ചെയ്യണമെങ്കിൽ ചൂടറിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പരിവാവും. ഞാൻ കത്തി വെച്ച് അവസാനം കുത്തി തീർക്കേണ്ടി വരും. ഇനി നമ്മൾ നമ്മുടെ 18ാം തടം എടുക്കേണ്ടി വരും. എന്താണെന്നല്ലേ ചൂടാക്കിയ വേറെ പണിയൊന്നുമില്ല. ഇത്തിരി വെള്ളം ഒഴിക്കുക. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാനെന്താ വേവിച്ച കിഴങ്ങിൽ വെള്ളം ഒഴിക്കണേ. ചൂട് മാറണ്ടേ, ഇത് പുളിക്കണ്ടേ. ഐ പുളിക്കണമെങ്കിൽ നല്ല ചൂടൊക്കെ മാറി നല്ല സുഖമായിട്ട് വെന്തില്ലേ കുഴപ്പമില്ല. വറക്കാളല്ലേ, ഉള്ളിൽ നല്ല വേവുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ചൂടോട് ചെയ്ത് കൈ പൊള്ളുന്നേക്കാളും കുറവാകും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉടയ്ക്കാൻ വേണ്ടി ഒരു പാത്രം വേണം. നമ്മുടെ എന്താ പറയുക, കുഴിയൻ പാത്രമൊക്കെ നല്ലത് തുടയ്ക്കാൻ. ഞാൻ നല്ലൊരു പാത്രത്തിൽ മാറ്റിട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. നല്ല വെന്തിങ്ങനെ കുഴഞ്ഞ് വന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഇത് ചൂട് മാറിയുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഇത്ര നേരം അതിനെ വെള്ളത്തിൽ വെച്ചുകൊണ്ട് ചൂട് കുറവുണ്ട്. മെച്ച മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ കുഴിയാൻ പാത്രത്തിലാക്കി നമുക്കിത് അടച്ചെടുക്കാം. ഇതൊന്നും വെന്തിട്ടില്ലേ? വെന്തുണ്ട്. മറ്റേ ഞാൻ വരെ സർക്കസിലും പോകേണ്ടി വരും ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് നമ്മുടെ ഇങ്ങനെ നടക്കുന്ന പണിയില്ല. നമ്മുടെ 9ാമത്തെ അടവായിട്ടൊക്കെ, അതായത് നമ്മുടെ 2 കൈയും തന്നെ. അതായത് പിന്നെ വേറൊരു 9ാമത്തെ അടവ് എനിക്കറിയത്തില്ല. അറിയുന്നവർ കമൻറ്റ്. ഇതുപോലെ എന്നെക്കാളും നന്നായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കമൻറ്റ്. അവരുടെ റെസിപ്പിയൊക്കെ നോക്കി ചെയ്താൽ മതി. എൻ്റെ നോക്കിയിട്ട് വയറിളകി കിടക്കണ്ടായി. പിന്നെ വെക്കേഷൻ അല്ലേ. രസമൊക്കെ നന്നായിട്ടുണ്ട്. പുറത്തെടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണ്ടേ. ശരിക്കും ഒന്നും കിട്ടാൻ പാടില്ല എന്നാണ് നിയമപ്രകാരം. എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിരിക്കണം. നമുക്ക് വേറെ പണിയൊന്നുമില്ലേ. റൈസോട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ കഴിഞ്ഞില്ല. ഇനി വേണമെന്ന് വേണ്ടല്ലോ. സോൾട്ട് ടു ടേസ്റ്റ്. ചമക്ക അതിൻ്റെ ഞാൻ ഒരുമിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് എന്തിടാം ചില്ലി പൗഡർ. അതൊരു ടീസ്പൂൺ മതിയായിരിക്കും. അതൊരു ടീസ്പൂൺ പറയട്ടെ, ശരിവൊക്കെ വേണ്ടേ. പിന്നെ മഞ്ഞൾപ്പൊടിക്ക് ടീസ്പൂൺ ഇല്ല. അതൊരു 1/2 അതോട്ടിട്ടു. പിന്നെ ഇത്തിരി ഉപ്പ്, സോൾട്ട് ടു ടേസ്റ്റ്. നമ്മൾ ഉപ്പ് വെറൈറ്റി ഇടുന്നു ആവശ്യത്തിന് ഇട്ടാൽ മതി. എല്ലാവരും കഴിക്കുന്നില്ല, കുറച്ചൊക്കെ വേണ്ടേ. എന്നിട്ട് ഓക്കെ നമ്മളിപ്പോൾ ഇട്ട സാധനങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ നമുക്ക് വാരി പുറത്തേക്ക്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട്, നമ്മുടെ ഈ ശുദ്ധമായ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. വെള്ളം ചേർക്കണം. നമുക്ക് ഇളക്കാം, കൂടി കുഴയ്ക്കാം. നമ്മളിപ്പോഴത്തെ സാധനങ്ങളെല്ലാം കൂടിയിട്ട് കുഴയ്ക്കുക. ഇത്തിരി വെള്ളം ഒഴിക്കട്ടെ. ഇതൊന്ന് കുഴയുണ്ട്. ശകലം മതി, ഓവറാവരുത്.
ഇതെല്ലാം കൂടി ആവശ്യത്തിന് ഒഴിച്ചൊഴിക്കാൻ മതി. ഒറ്റയടിക്ക് കുറേ ഒഴിക്കരുത്. ഇതെങ്ങനെ ഫ്ലോപ്പ് ആകാൻ വേണ്ടി കൊല്ലും പ്ലീസ്. എൻ്റെ അമ്മമാരോട് ചോദിച്ച് ചെയ്യണം. എന്ത് വലിയ ഫ്ലോപ്പായി കഴിഞ്ഞാൽ തീരും. ഇതെങ്ങനെ ശരിയായി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ പേരിൽ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് കുഴയ്ക്കുക. ഉരുട്ട് ബോൾസ് എല്ലാം വറക്കിട്ടിട്ടുണ്ട്. വറുത്ത് വന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയത് പാത്രത്തേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിവ്യൂ കേസിൻ്റെ അടുത്ത് ചോദിക്കാം. ഒരെണ്ണെടുത്ത് കഴിക്കുക കേസു. എല്ലാ ചായയും ഇത് നമുക്ക് അമ്മ കഴിച്ചിട്ട് നമുക്ക് അമ്മയുടെ റിവ്യൂ ചോദിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉണ്ടാക്കിയ സാധനം എങ്ങനെയുണ്ട് കേശു? സൂപ്പർ. ഇനി ഞാൻ കഴിച്ചിട്ട് റിവ്യൂ പറയാം. വലുതാണ്.